കുറത്തിക്കാട് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി റെയിൽവേ ക്രോസിംഗ് സ്റ്റീൽ സ്ട്രക്ചർ ഓവർബ്രിഡ്ജ് സ്ഥാപിച്ചു. സ്റ്റീൽ സ്ട്രക്ചർ ഓവർബ്രിഡ്ജ് നിർമ്മാണം പൂർത്തിയായതോടെ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുവാനുള്ള ജനങ്ങളുടെ 3.5 പതിറ്റാണ്ടത്തെ കാത്തിരിപ്പിനാണ് വിരാമമായിരിക്കുന്നത്. ശനിയാഴ്ച പുലർച്ചെ 12 മണിയോടെ ആരംഭിച്ച സ്റ്റീൽ സ്ട്രക്ചർ ഓവർബ്രിഡ്ജ് നിർമ്മാണ പ്രവർത്തനം 3 മണിയോടെ പൂർത്തിയായി. ഇതിനായി 3.5 മണിക്കൂർ റെയിൽവേ ഇതുവഴിയുള്ള ഗതാഗതം നിയന്ത്രിച്ചിരുന്നു. കുറത്തിക്കാട് കുടിവെള്ള പദ്ധതിയുടെ പാക്കേജ് 1-ൽ ഉൾപ്പെട്ട റെയിൽവേ ക്രോസിംഗിനുള്ള സ്റ്റീൽ സ്ട്രക്ചർ ഓവർബ്രിഡ്ജിന്റെ നിർമ്മാണം പൂർത്തിയായി. ഇതോടെ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാനുള്ള ജനങ്ങളുടെ 3.5 പതിറ്റാണ്ടത്തെ കാത്തിരിപ്പിനാണ് വിരാമമായിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ 12 മണിയോടുകൂടി ആരംഭിച്ച സ്റ്റീൽ സ്ട്രക്ചർ ഓവർബ്രിഡ്ജ് നിർമ്മാണ പ്രവർത്തനം 3 മണിയോടെ പൂർത്തിയായി. ഇതിനായി 3.5 മണിക്കൂറോളം റെയിൽവേ ഇതുവഴിയുള്ള ഗതാഗതം നിയന്ത്രിച്ചിരുന്നു. 3 ഭാഗങ്ങളിലായി പണി തീർത്തിരുന്ന സ്റ്റീൽ സ്ട്രക്ചർ ബ്രിഡ്ജ് വലിയ ഭാരം വഹിക്കാനുള്ള ശേഷിയുള്ള ക്രെയിൻ ഉപയോഗിച്ചാണ് സ്ഥാപിച്ചത്. പുതിയകാവ് കറ്റാനം റോഡിലെ റെയിൽവേ മേൽപ്പാലത്തിന് തെക്ക് ഭാഗത്ത് പൊളിച്ചു നീക്കിയ പഴയ പാലം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്താണ് സ്റ്റീൽ സ്ട്രക്ചർ സ്ഥാപിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൊടിക്കുന്നിൽ സുരേഷ് MP, MS അരുൺകുമാർ MLA, തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ K മോഹൻകുമാർ, ജലജീവൻ മിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S സുനിൽ, കേരള വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് റാഷിദ്, റെയിൽവേ ബ്രിഡ്ജസ് വിഭാഗം ADEN എഞ്ചിനീയർമാരായ സുനിൽ കുമാർ, റിയാസ് ഖാൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ രാജേഷ് കുമാർ, സജി ഭായി, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ അലൻ ലിയോൺ, നിഖിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം രാധാകൃഷ്ണൻ, സുധീർ എന്നിവർ സ്ഥലത്ത് എത്തി. 2008-ലാണ് മാവേലിക്കര മണ്ഡലത്തിലെ തെക്കേക്കര വള്ളികുന്നം ഗ്രാമപഞ്ചായത്തുകൾക്കും കായംകുളം മണ്ഡലത്തിലെ കൃഷ്ണപുരം ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ചെങ്ങന്നൂർ മണ്ഡലത്തിലെ മാന്നാർ കുരട്ടിക്കാട് വില്ലേജുകൾക്കും ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുവാനായി കുറത്തിക്കാട് മാർക്കറ്റ് വളപ്പിൽ 8.85 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. എന്നാൽ മാവേലിക്കര അച്ചൻകോവിലാറ്റിലെ പമ്പ് ഹൗസിൽ നിന്നും ശുദ്ധീകരണത്തിന് ശേഷം ജലം കുറത്തിക്കാട് വാട്ടർ ടാങ്കിൽ എത്തിക്കണമെങ്കിൽ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്യണമെന്നത് കീറാമുട്ടിയായിരുന്നു. ആദ്യഘട്ടത്തിൽ പുതിയകാവ് കറ്റാനം റോഡിലെ റെയിൽവേ മേൽപ്പാലത്തിലൂടെ പൈപ്പ് ലൈൻ കടത്തിവിടുവാനായിരുന്നു പദ്ധതി. എന്നാൽ പാലത്തിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഇല്ലാതിരുന്നത് പദ്ധതി തടസ്സപ്പെടുത്തി. പിന്നീട് റെയിൽവേ പാതയ്ക്ക് 3 മീറ്റർ താഴെയായി വലിയ പൈപ്പ് സ്ഥാപിച്ച് ക്രോസിംഗ് നടത്താനായിരുന്നു പദ്ധതി. എന്നാൽ വലിയ ശക്തിയിൽ വെള്ളം കടന്നുപോകുന്ന പൈപ്പ് സ്ഥാപിക്കുന്നത് സുരക്ഷയെ ബാധിക്കും എന്നതിനാൽ റെയിൽവേ പദ്ധതി നിരസിച്ചു. പിന്നീടാണ് റെയിൽവേ ക്രോസിംഗ് സ്റ്റീൽ സ്ട്രക്ചർ ഓവർബ്രിഡ്ജ് സ്ഥാപിച്ച് പൈപ്പ് സ്ഥാപിക്കാമെന്ന പദ്ധതിയുമായി വാട്ടർ അതോറിറ്റി മുൻപോട്ട് വന്നത്. ഇതിനിടയിൽ ഓവർബ്രിഡ്ജ് സ്ഥാപിക്കൽ റെയിൽവേ വികസനത്തിന് തടസ്സമുണ്ടാക്കുമെന്നും റെയിൽവേയുടെ വാദമുണ്ടായി. ഇതിനെ തുടർന്നും പദ്ധതി അനിശ്ചിതമായി നീണ്ടുപോയിരുന്നു. ഇതിനിടെ ഭരണതലത്തിലും റെയിൽവേയുമായും കൊടിക്കുന്നിൽ സുരേഷ് MP, MS അരുൺകുമാർ MLA എന്നിവർ നിരന്തരം ചർച്ച നടത്തി. ഇരുവരുടെയും ഈ പരിശ്രമമാണ് പദ്ധതി യാഥാർത്ഥ്യമാകാൻ സഹായിക്കുന്നത്. കുറത്തിക്കാട് ഓവർഹെഡ് ടാങ്കിലേക്ക് ജലം എത്തിക്കുവാനുള്ള പൈപ്പ് ലൈനുകളും മുൻപ് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. CDNet ന്യൂസ്, മാവേലിക്കര.